ഭക്തജനങ്ങൾക്ക് നമസ്കാരം. ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭഗവാൻ കൃഷ്ണൻ ഭാരതീയ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നമ്മുടെ ജീവിതത്തെയും പല രീതിയിലും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? വളരെയധികം ഹിന്ദുക്കൾക്ക് ശ്രീകൃഷ്ണൻ എന്നത് ഒരു വീട്ടിലെ ഒരംഗമായിട്ട് തന്നെ കണക്കാക്കാം. കൃഷ്ണനെ ഓർക്കുക എന്ന് വെച്ചാൽ ഏറ്റവും സുഖകരമായ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഭഗവാനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നത് എത്ര സുഖമായിരിക്കും അല്ലേ? ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവെടിയുകയില്ല എന്നാദ്യം പറയട്ടെ ഞാൻ. മഹാവിഷ്ണുവിൻ്റെ അവതാരമായി ദുഷ്ടശക്തികളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ പിറവിയെടുത്തതാണ് ശ്രീകൃഷ്ണൻ. വൃന്ദാവനത്തിലെ ഗോപികമാരുടെ മനം കവർന്ന കണ്ണനാണവൻ. അതെ, കൃഷ്ണൻ തന്നെയാണ് മഹാകുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമായവനും പരിഹാരമായവനും. യാദവരെ ജരാസന്ധൻ്റെ കൈകളിൽ നിന്ന് മോചിപ്പിച്ച തന്ത്രശാലിയായ രാഷ്ട്രതന്ത്രജ്ഞനും മറ്റാരുമല്ല, ഭഗവാൻ തന്നെയാണ്. ജന്മാഷ്ടമി എന്ന പുണ്യദിവസത്തിൽ ഭഗവാൻ കൃഷ്ണനെ നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടിയായിട്ടാണ് നാം എല്ലാം കാണാറുള്ളത്. ജന്മാഷ്ടമി എന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പിറന്നാൾ ദിനമാണ്. ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭഗവാൻ കൃഷ്ണൻ ഭാരതീയ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നമ്മുടെ ജീവിതത്തെയും പല രീതിയിലും വളരെയധികം സ്വാധീനിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ വഴിപാടായി ചെയ്യാമെന്ന് നോക്കാം. വെണ്ണ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ്. ഉണ്ണിക്കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് വെണ്ണ. കണ്ണൻ വെണ്ണയും മധുര പലഹാരങ്ങളും കട്ടുതിന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം രസകരമായ കഥകളുണ്ട്. കുറിയിൽ ഒളിപ്പിച്ച വെണ്ണയാണ് കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത്. പൂക്കളെ പറ്റി നോക്കാം. ഗുരുവായൂരപ്പന് എന്ത് പൂക്കളോടാണ് ഏറ്റവും പ്രിയം? മഹാവിഷ്ണുവിൻ്റെ അവതാരമായതിനാൽ ശ്രീകൃഷ്ണന് ആഡംബരവും ഉയർന്ന ഗുണവുമുള്ളതിനോടും താല്പര്യമാണ്. സുഗന്ധപൂരിതമായ പൂക്കളായ മുല്ലപ്പൂ, രജനീഗന്ധി, താമര എന്നിവയൊക്കെയാണ് കൃഷ്ണൻ്റെ ഇഷ്ടപുഷ്പങ്ങൾ. കൃഷ്ണന് ഇഷ്ടമുള്ള പുഷ്പങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പിന്നെ തുളസി ഇലയുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് തുളസി ഇല. അതിനെ പറ്റിയൊരു കഥയുണ്ട്. പൂർവജന്മത്തിൽ വിഷ്ണു ഭക്തിയായ വൃന്ദ എന്ന ഒരു രാജകുമാരിയായിരുന്നു തുളസി. പക്ഷേ വൃന്ദയുടെ ഭർത്താവായ ശങ്കാസുരനെ വധിക്കാനായിട്ട് മഹാവിഷ്ണു അവളെ വഞ്ചിച്ചു. ഇതിൽ മനം നൊന്ത് വൃന്ദ അവളുടെ ജീവനൊടുക്കി. എന്നാൽ മഹാവിഷ്ണു അവൾ പ്രത്യേകമായൊരു കാരണമെന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ഒരു നിറത്തെ അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഏതാണെന്ന് വെച്ചാൽ തേനും പാലും ഭഗവാന് ഏറ്റവും ഇഷ്ടമാണ്. ഇത് കൃഷ്ണ ഭഗവാന്റെ നിവേദ്യമാണ്. നിവേദ്യമായിട്ട് ഭക്തർക്ക് നൽകാറുമുണ്ട്. അതുമാത്രമല്ല, ചില വീടുകളിൽ ബാലഗോപാലൻ്റെ വിഗ്രഹം തേനും പാലും കൊണ്ട് അഭിഷേകം ചെയ്യാറുമുണ്ട്. ജന്മാഷ്ടമി നാളിൽ പഞ്ചാമൃതം ഉണ്ടാക്കുവാനായും തേനും പാലും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മയിൽപ്പീലി. കണ്ണനെയും മയിൽപ്പീലിയെയും തമ്മിൽ വേർതിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ ചിത്രങ്ങളിലും വിഗ്രഹങ്ങളിലും അദ്ദേഹത്തിൻ്റെ കിരീടത്തിലും കയ്യിലും മയിൽപ്പീലി കാണാൻ സാധിക്കും. മയിൽപ്പീലിയോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് ഗുരുവായൂരപ്പന്. പിന്നെ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ മൂലമന്ത്രം പറയാം. ഓം ക്രീ കൃഷ്ണായ നമ. ഇതാണ് മൂലമന്ത്രം. ഇത് 108 പ്രാവശ്യം ദിവസവും ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. സന്താനലബ്ധി ഉണ്ടാകും, ബുദ്ധി ഉണ്ടാകും,